കൂടുതൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ പോയി കാണുന്നു. ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ആക്ച്വലി ഞങ്ങൾ പൊന്മാൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗവും കൂടിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ബേസിൽ പറഞ്ഞ പോലെ കൊല്ലത്ത് ശരിക്കും നടന്നൊരു കഥയാണ് ഇന്ദുവൻ ചേട്ടൻ കഥയാക്കി എഴുതിയ 4-5 ചെറുപ്പക്കാരെന്ന് പറഞ്ഞ നോവൽ. അതിനെ ആസ്പദമാക്കിയിട്ടാണ് പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ. അത് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആവുന്നത് സ്ത്രീകൾക്കായിരിക്കും, അതുപോലെ അമ്മമാർക്കും പെങ്ങന്മാർക്കും ആയിരിക്കും ഏറ്റവും കൂടുതൽ കണക്റ്റ് ആവുന്നത്. അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് അതിൽ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഒരു നല്ലൊരു സദസ്സ് ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ സാധാരണക്കാരായ മനുഷ്യരുടെ വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു കഥയാണ്. ജീവിക്കാനായി ബുദ്ധിമുട്ടുന്ന ഒരു പെൺകുട്ടി നമുക്കുണ്ടെങ്കിൽ അതിനെ കല്യാണം കഴിച്ച് അയക്കാനായി വളരെയേറെ ബന്ധപ്പെടുന്ന മനുഷ്യരെ അവസ്ഥകൾ ഉണ്ടാക്കിയ ഒരു കഥയാണ് ഇത്. അപ്പോൾ ഈ കഥയെ ഞങ്ങൾ സ്വാംശീകരിച്ചു. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഒരു നല്ലൊരു സദസ്സ് ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ സാധാരണക്കാരായ മനുഷ്യരുടെ വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു കഥയാണ്. ജീവിക്കാനായി ബുദ്ധിമുട്ടുന്ന ഒരു പെൺകുട്ടി നമുക്കുണ്ടെങ്കിൽ അതിനെ കല്യാണം കഴിച്ച് അയക്കാനായി വളരെയേറെ ബന്ധപ്പെടുന്ന മനുഷ്യരെ അവസ്ഥകൾ ഉണ്ടാക്കിയ ഒരു കഥയാണ് ഇത്. അപ്പോൾ ഈ കഥയെ ഞങ്ങൾ സ്വാംശീകരിച്ചു. അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനിൽ ഏറെ ഇടപെട്ടു. സജി, പിന്നെ ലിജോ, അങ്ങനെ ഒരുപാട് നടന്മാർ ഒരു യാഥാർത്ഥ്യമാക്കി നാളെ തിയേറ്ററിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യസ്പർശിയായ കഥ എന്ന് 100% കുറിച്ച് പറയാനായിട്ട് പറ്റും. ഒരു പരിപാടി ബേസിക്കോ ക്ഷണിക്കും. ഗ്രാമങ്ങളില്ലാത്ത അടയാളത്തിന്റെ ഗുണം വരുന്ന അത്ര മിടുക്കന്മാരായ പ്രധാനങ്ങളുടെ മന്ത്രിയുടെ സംസാരത്തിന്റെ ഉദ്ഘാടനമുണ്ട്. ഞാൻ പത്രത്തിന്റെ സംവിധായകൻ ബേസിക്കോ സത്യമായിട്ടും എനിക്ക് വളരെയേറെ സന്തോഷ അഭിമാനമുണ്ട്. ഈ രീതിയിൽ എത്തിച്ചേർന്ന എല്ലാവരും ജനങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ആദരിക്കുന്നു. ഈ ചിത്രമെല്ലാം കാണുക. ഇവരെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. വളർന്നു മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് ഇവരിലൂടെ ഒരുപാട് സഹായങ്ങൾ ഭാഗത്തുണ്ടാകണം എന്ന കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ